ഉം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ഇന്ന് പറയാനുള്ള കാര്യം ബബ്ബബ്ബ സിനിമയുടെ റിവ്യൂ ആണ്. ഞാൻ ഇന്ന് സിനിമ കണ്ടു. സിനിമ ഇറങ്ങിയ ദിവസം ആയ 18-ാം തീയതി ഡിസംബർ 2025. ഞാൻ ഇന്ന് വൈകിട്ട് 9 മണിയുടെ ഷോയാണ് കണ്ടത്. ഞങ്ങളുടെ അടുത്ത തിയേറ്ററായ പാവർട്ടി VKG തിയേറ്ററിൽ നിന്നാണ് ഞാൻ ഈ സിനിമ കണ്ടത്. എനിക്ക് സിനിമയുടെ റിവ്യൂ പറയുകയാണെങ്കിൽ, ദിസ് ഫിലിം ഈസ് നോ ലോജിക്, ഓൺലി അഴിഞ്ഞാട്ടം, ഓൺലി കോമഡി ആൻഡ് ട്രാജഡി. അതങ്ങനെയുള്ള ഒരു പടമാണ്. ഇതിന് സ്റ്റോറിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റൊമാൻസ് ഒന്നുമില്ല. സ്റ്റോറി അങ്ങനെയുള്ള സിനിമ അല്ല. ഇറ്റ്സ് എ ഫുള്ളി എന്റർടൈൻമെന്റ് ആൻഡ് കോമഡി ആൻഡ് ട്രാജഡി. ഫുൾ കോമഡിയാണ്. കോമഡി ഒരു വട്ടനല്ല, ആ വട്ടനായത് ഒരു നമ്മുടെ സമൂഹമാണ് ആ വ്യക്തി ഒരു വട്ടനാക്കി തീർത്തത്. ആ ചെറുപ്പത്തിലുണ്ടായ ജീവിതാനുഭവങ്ങളിലൂടെയാണ് ദിലീപ്, ആ സിനിമയുടെ നായകനായ ദിലീപ് വട്ടനായി തീർന്നിട്ട് ഒരു വട്ടനായ രീതിയിൽ കാണിച്ചു കൂട്ടുന്ന ഒരു തമാശയും മറ്റും ആണ് അത്. മോഹൻലാൽ മോഹൻലാൽ ശരിക്കും ഗ്രേറ്റ് വട്ടൻ എന്ന് പറയാം. മോഹൻലാൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് ദിലീപിന്റെ ദിലീപിന്റെ ഒരു വലിയ സഹായി അങ്ങനെ പറയാം. നമുക്ക് കുറച്ച് ചിരിക്കാം, കുറച്ച് ആസ്വദിക്കാം. ക്രിസ്മസിന്റെ അടി കാണാം. ക്രിസ്മസിന്റെ ഒരു സീസണിൽ കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. ഫുള്ള് തമാശയും അടിയും, പിന്നെ സെന്റിമെന്റ്സ് ഉണ്ട്. നല്ല സെന്റിമെന്റ്സ് ഉണ്ട്. സെന്റിമെന്റ്സ് വളരെയധികമല്ല, ആ വട്ടനായി തീർന്നതിന്റെ സെന്റിമെന്റ്സ് അതുണ്ട്. പിന്നെ ഇത് നമ്മുടെ സമൂഹത്തിലെ രാഷ്ട്രീയക്കാരെ കുറിച്ച്, നമ്മുടെ സമൂഹത്തിലെ ഉള്ള ചില നികൃഷ്ട രാഷ്ട്രീയക്കാരെ വെച്ചിട്ടുള്ള ഒരു സിനിമയാണെന്ന് പറയാം. അവരാണ് ശരിക്കും വില്ലൻ. ആ നികൃഷ്ട രാഷ്ട്രീയത്തിന്റെ ഒരു റിഫ്ലക്ഷനാണ് ആ വ്യക്തിയെ വട്ടനാക്കി തീർത്തത്. അപ്പോൾ സിനിമ ലോജിക്കുമുണ്ടെന്ന് പറയാം. ലോജിക്കുമുണ്ട്. അത് വെറുതെ ഒരാൾ വട്ടന ചെയ്തതല്ലല്ലോ. ആ വ്യക്തിയെ അങ്ങനെ വട്ടനാക്കി തീർത്തതാണ്. അവിടുത്തെ ഒരു പ്രധാനമായ MLA അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് വട്ടനാക്കി തീർത്തത് ദിലീപിനെ. പിന്നെ അത് മാത്രമല്ല, ഈ സിനിമയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ സിനിമയിൽ വിനീത് ശ്രീനിവാസനും അതുപോലെ ധ്യാൻ ശ്രീനിവാസനും വളരെ നന്നായി അഭിനയിച്ചു. ധ്യാൻ ശ്രീനിവാസന്റെ അഭിനയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അടിപൊളിയായി അഭിനയിച്ചു. നല്ല പെർഫോമൻസ് ആണ് ധ്യാൻ ശ്രീനിവാസൻ. നല്ല സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല കോമഡിയായിരുന്നു. നല്ല രസമാണ് അഭിനയം. വിനീത് ശ്രീനിവാസന്റെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഹീസ് എ സീക്രട്ട് ഏജന്റ് എന്ന് പറയാം. വിനീത് ശ്രീനിവാസൻ എന്ന് വെച്ചാൽ ഇതിലെ സിനിമയുടെ ഒരു ഏജന്റാണ്. ഈ പോലീസ് പോലെയുള്ള ഒരു ഏജന്റാണ്. കഥ പറയുന്നില്ല, എന്നാലും ഞാൻ ഇതില് ഉള്ള കഥാപാത്രങ്ങളാണ് ഞാൻ പറയുന്നത്. സിനിമ എല്ലാവരും കാണണം. നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിച്ച് കാണാം. അതുപോലെ മോഹൻലാലിന്റെ വരവും മോഹൻലാലിൻ്റെതായ ഡയലോഗുകളും, പിന്നെ ഇന്റർവെല്ലിന് മുൻപേ ഉള്ള ഒരു അടി, അത് വളരെ രസമായിട്ടുള്ള അടിയായിരുന്നു. ദിലീപിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ അടിയിൽ ദിലീപിന്റെ ഒരു തിരിച്ചുവരവ് കണ്ടു. ദിലീപ് പോലീസുകാരിട്ട് പടയുന്ന ഒരു സീനുണ്ട് ഇന്റർവെല്ലിന് മുന്നേ. പോലീസുകാരിട്ട് അടിച്ച് വണ്ടിയിൽ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്ന ഒരു സീനുണ്ടായിരുന്നു. അത് വളരെയധികം അടിപൊളി സീനായിരുന്നു. ആ പാട്ട് വെച്ച് ഒരു മീശ പിരിച്ചിട്ടുള്ള അടിയുണ്ട് ദിലീപിന്റെ മുണ്ട് പൊക്കിയിട്ട്.
രസമായിട്ടുണ്ട്. ആ രാരികേത് പാട്ട് വെച്ചിട്ടൊരു അടി ഉണ്ടായത്, അത് രസമായിട്ടുണ്ട്. അത് നിങ്ങളെല്ലാരും കാണണം, പടം രസമാണ്.